ചേട്ടാ ഞാൻ ഒരു ചെറിയൊരു കാര്യം ചോദിക്കട്ടെ, പവർ ഹീറ്ററാണോ? അത് മനസ്സിലായി. ക്രിക്കറ്റിലാണോ? ക്രിക്കറ്റിലല്ല, ഇപ്പോൾ കുറച്ച് പവർ എന്നുള്ളൊരു പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹേമ കമ്മീഷനിൽ പവർ എന്താണ് പവർ ടീം 15 അംഗ ടീമിലുണ്ടോ? അല്ല ഞാൻ ചോദിച്ചത്, ഞാൻ ഒരു ഓഡിയോ കേട്ടു. മോനെ, ഈ നമ്മളെ എന്നെ ആരെങ്കിലും പീഡിപ്പിച്ചാലേ ഉള്ളൂ സിനിമയിൽ. അല്ലാതെ ഞാൻ അങ്ങോട്ട് പോയി ഒരാളെ ഇന്ന് വരെ സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ട് ഏതെങ്കിലും ഒരു നടിയുടെ ഈ കഥയെ മുട്ടാനോ പിന്നെ അല്ലെങ്കിൽ അവരുടെ പുറകെ നടക്കാമല്ലോ, അല്ലെങ്കിൽ അവളെ ഉപദ്രവിക്കണം. കാരണം അന്നത്തെ എന്തെങ്കിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന കുട്ടി അവൾക്ക് ഗതികേട് കൊണ്ട് വരുന്നതാണ്. അവരെ നമ്മളെന്തെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ട്, ഞാൻ ഒരുപാട് നടിമാരെ എൻ്റെ സുഹൃത്തുക്കളെ ഇദ്ദേഹം അവർക്കൊരു വേഷം കൊടുക്കുക ഏട്ടാ, എന്താ സുധീറെ, ഒന്നുമില്ല പാവ ഗതികേട്, അവരിങ്ങനെ പ്രശ്നത്തിലാണ് എന്ന് പറയുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്ത് വേഷം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാ നിനക്ക് റെക്കമെൻഡ് ചെയ്തല്ലേ, നീ എൻ്റെ കൂടെ വരിക അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ടത് അങ്ങനെ ഒരു നല്ല മനസ്സുള്ളതുകൊണ്ടാണല്ലോ ക്യാൻസർ വന്നിട്ടും, അതായത് 4th സ്റ്റേജായിട്ടും ഇപ്പോഴും സർവൈവ് ചെയ്ത് നല്ല അന്തസ്സായിട്ട് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു. ഞാനിപ്പോൾ കയറിയല്ല, ഇനിയിപ്പം എന്താണെന്നറിയാം, എന്തെങ്കിലും വരുന്നെങ്കിൽ വരുന്നത് വെച്ച് വരട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ചെക്കപ്പ് പോലും ചെയ്യാറില്ല ഇപ്പം. അത് എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കണ ആവശ്യമില്ല, വരുന്നെങ്കിൽ വരട്ടെ മതി. എല്ലാം ഞാൻ പറഞ്ഞില്ല, എൻ്റെ മക്കൾ അവർ സേഫായി, മക്കൾ അവരെ നോക്കിക്കോളും. ഇത്ര നാളും ഭൂമിയിൽ നല്ല ആരോഗ്യത്തോടെ ജീവിച്ചു. സിനിമയുണ്ട് അത്യാവശ്യം, എവിടെയെങ്കിലും ലൊക്കേഷൻ കിടന്ന് ഏതെങ്കിലും ഫൈറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അഭിനയിക്കുമ്പോഴോ എവിടെയെങ്കിലും അന്തസ്സായിട്ട് വീണ് മരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മുടെ സിനിമയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് വിഷമമുണ്ടാക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിച്ചത്. കാര്യം നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാൻ ഉള്ള ഒരു മലയാള സിനിമ ഇൻഡസ്ട്രി മൊത്തം നാറിയില്ലേ ഇപ്പം? നാറി എന്ന് പറഞ്ഞാൽ ഈ ഓരോരുത്തർ വിളിച്ച് എന്നെ കളിയാക്കുന്ന പോലെ, ഇതാണ് എല്ലാം കോഴികളല്ലേ നിങ്ങൾ. പിന്നെ ഇന്ന് രാവിലെ കേട്ടില്ലേ, ഇത് എന്തൊക്കെയോ എവിടേക്കോ നടന്നതുകൊണ്ട് എല്ലാവരും പഴി കേൾക്കേണ്ട ഒരു അവസ്ഥയാണ് അല്ലേ? അവസ്ഥയിലേക്ക് വരും. എനിക്കൊരു ഓഡിയോ കേൾക്കേണ്ടി വന്നു, സോറി. ഞാൻ കേട്ടത് വേണമെന്നില്ല, ചേട്ടൻ്റെ അടുത്ത് ഒരാളിങ്ങനെ വോയിസിലിങ്ങനെ അയച്ചത്, ആ 15 അംഗ ടീമിൽ താങ്കളും ഉണ്ടോ എന്ന ഒരു കളിയാക്കൽ രീതിയിലാണ് ചോദിച്ചത്. ഒരു പ്രാവശ്യം ചോദിച്ചു, ഞാനൊന്നും ചിരിച്ചു കളഞ്ഞു. 2ാം പ്രാവശ്യം ചോദിച്ചു, പിന്നെ ഞാൻ എഴുതി, പിന്നെ വോയിസ് അയച്ചു. അപ്പം ഞാൻ പ്രതികരിച്ചാണ്. മനസ്സിലായില്ലേ? എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന അവരെ കഥ മുട്ടുണ്ട്, അല്ല അവിടെ പോകേണ്ട കാര്യവും ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ, എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ വെളിയിലുണ്ട്. എനിക്ക് അവരുടെ കൂടെ പോകാൻ, അത് അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പോവുകയും അവരുടെ കൂടെ എന്താണെന്ന് വെച്ചാൽ എന്തി പറഞ്ഞ പോലെ തന്നെ അതങ്ങനെ തന്നെ ഞാൻ പച്ചയ്ക്കാണ് പറഞ്ഞത്, അവരുടെ കൂടെ പോവുകയും ചെയ്യും. അതിന് എനിക്ക് എൻ്റെ ഭാര്യയെ ബോധിപ്പിച്ചാൽ പോരെ. അതെ, എനിക്ക് വേറെ ആരുടെയും ലൈസൻസ് ഒന്നും വേണ്ടല്ലോ. ഒരിക്കലും അവരെ ഹെൽപ്പ് ചെയ്യാനും പോയിട്ടില്ല. അവർ സന്തോഷത്തോടെ എന്തെങ്കിലും തന്നാൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും, അത്രേ ഉള്ളൂ. അല്ല പിന്നെ എന്ത് പറയാൻ, എന്ത് തന്നാലും ചിലപ്പോൾ തല്ല് തന്നാലും സ്വീകരിക്കും. ഞാൻ സീരിയസ്. സോ അല്ല, ഞാൻ എന്ത് ചെയ്യാനാ ഇപ്പം, ഞാൻ നല്ലവനാന്ന് ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഇത് ആരെ കേൾക്കാനാ, ആരെ ബോധിപ്പിക്കാനാ? എനിക്ക് എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യയും എൻ്റെ തന്തയും തള്ളയൊക്കെ ബോധിപ്പിച്ചാൽ പോരെ. പിന്നെ എനിക്ക് പുറത്ത് ആരെയും ഞാൻ ബോധിപ്പിക്കണ്ടേ? പറ. ഈ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഉണ്ട്, ഒമർലുലുക്കയും ചേട്ടനും എല്ലാവരും കൂടെ ചേർന്ന് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ അതിനകത്ത് തന്നെ താഴെ പവർ ഹീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമൻസ് വന്നു. അപ്പോൾ ഇതിനകത്ത് ഒമർലുലുക്കയുടെ 2 മാസം 3 മാസം മുമ്പ് ഒരു കേസ് സിനിമയായിട്ട് ബന്ധപ്പെട്ട്, ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ലേഡി കൊടുക്കുകയുണ്ടായി. ഈ സിനിമയാണോ എന്തോ കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാവരോടും ഒന്നിച്ച് വന്നപ്പോൾ ഈ കമൻസ് കേരളക്കാർക്ക് കമൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അതിനകത്ത് ചേട്ടൻ്റെ പേരും കൂടെ വന്ന് പവർ ഹീറ്റേഴ്സ് എല്ലാം ഒന്നിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നു. അടിപൊളി കാര്യം എന്ന് വെച്ചാൽ നല്ല കാര്യം അത്. കാരണം ഈ ഒമർലുലു ആരെങ്കിലും എവിടെയെങ്കിലും ബലാത്സംഗം ചെയ്തിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, സന്തോഷത്തോടെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി വേണ്ടെന്ന് പറയാൻ പുള്ളി ആണല്ലേ. ഇത് പ്രകൃതിയുള്ള കാലം മുതലുള്ളതാണ്. പെണ്ണും സംഗമിച്ച കൊണ്ടാണ് ഈ പ്രകൃതി നിലനിൽക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും. മനസ്സിലായില്ലേ? ഒമർലുലു അയാളെ ആരെങ്കിലും ഒരുത്തി പുള്ളിയുടെ കൂടെ വന്നാൽ പുള്ളി ആണാണ്. അതിനെ പുള്ളിയെ കുറ്റം പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? അതിനെ കുറ്റം പറയാൻ ഈ പറയുന്നവർക്ക് എന്താ അധികാരമുള്ളത്? ഈ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ എല്ലാവർക്കും ഇത് അറിയാൻ ആഗ്രഹം, ഇതാരാണ് 15 പേര്, ഇത് ആരുടെയൊക്കെ റൂമിലാണ്, ആരൊക്കെ തട്ടിയത്, ആരൊക്കെ ആരുടെ കൂടെ, ഇതറിയാൻ മലയാള സിനിമയിലെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഇത് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ്, വ്യഗ്രതയാണ്. ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ, എന്നെ ഒരു 3 വർഷക്കാലം ഒരു ലേഡി എന്നെ അവരുടെ കീപ്പായിട്ട് വെച്ചോണ്ടിരുന്നു. ചേട്ടനെ കീപ്പായിട്ട് എന്നെ കീപ്പായിട്ട് വെച്ചോണ്ടിരുന്നു. എന്നിട്ട് അവരെന്നെ
കൊണ്ട് നടന്നിട്ട് പിന്നെ ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് ഇഷ്ടംപോലെ പൈസയൊക്കെ തന്നു. കാരണം എനിക്ക് അവരുടെ കീഴിൽ വലിയൊരു ആളാണ്. അവരുടെ കീഴിൽ ജോലിയായിരുന്നു ഞാൻ. എന്നെ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജോലി എൻ്റെ ജോലി അവർ പറയുന്ന ജോലിയൊക്കെ എടുക്കണം. ജോലിയൊന്നും ഇല്ലായിരുന്ന സമയത്ത്, പടമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുറേ കഴിയുമ്പോൾ അവരെന്നെ തേച്ചു, എന്നെ ഒഴിവാക്കി വിട്ടു. ആഫ്റ്റർ 3 years. അപ്പോൾ ഞാൻ എവിടെ പോയി പരാതിപ്പെടും? എനിക്ക് ആരും നീതി തരും? എന്താണ് ചേട്ടാ, നമുക്കൊരു നീതിയില്ല, അവർക്ക് വേറെ നീതി. എനിക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ കോടതിയെ സമീപിച്ചാൽ എനിക്ക് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അല്ലെങ്കിൽ എന്നെ എന്ത് പേരാ എന്നെ വിളിക്കുന്നത്? അതിന് നിങ്ങൾ എന്ത് പേര് എനിക്ക് തരും? ഞാൻ പറയുന്നത് ഞാൻ നുണ പറയാറില്ല. ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. ഞാൻ എൻ്റെ വൈഫിനെ ഇരുത്തിക്കൊണ്ടല്ലേ പറയണേ. കല്യാണത്തിന് മുന്നേ ആണോ ശേഷമാണോ ഈ ഒരു അനുഭവം? കല്യാണത്തിന് മുമ്പോ ശേഷമോ അതിനെപ്പറ്റി ഒന്നും നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ പോയിട്ടുണ്ട് 3 വർഷമായിട്ട്. 3 വർഷമായിട്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ അവസാനം അറിയണത് ഞാൻ വൈഫിനോട് പറഞ്ഞു. അപ്പം പറഞ്ഞു, എടി ഇതാണ് സംഭവം, ഇതായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. അപ്പം അവരുടെ കാര്യങ്ങളും റിയൽ എസ്റ്റേറ്റും ഇതും ബിസിനസ് കാര്യങ്ങളും എല്ലാം നോക്കി നടത്തിക്കൊണ്ടിരുന്നത് ഞാനാ. അവര് അവസാനം എന്നോട് വന്ന് ചോദിച്ചു, അവരുടെ എന്തോ ഏക്കർ കണക്കിന് സ്ഥലവും ഇതൊക്കെ എഴുതി തരാം, പുള്ളിയെ വിട്ടു കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വർത്തമാനം, അതെന്ത് ടോക്കാണ്, അതിൻ്റെ ആവശ്യമില്ല ഇത്രയും നാളും. അപ്പോൾ എന്നെ കട്ട് ചെയ്ത് തരും. ഇതൊക്കെ ഭയങ്കര കേട്ടുകേൾവിയുള്ളൂ. ഞാൻ പറയുന്നത് ഇതൊക്കെ പറയാൻ ആർക്കാണ് ഇൻട്രസ്റ്റ്, ധൈര്യമുള്ളത്? ആരും പറയില്ല. ഇപ്പം ചേട്ടൻ പറഞ്ഞാൽ ആരും പറയില്ലല്ലോ. പറയൂ. ആരും പറയില്ല. അതിന് എനിക്ക് ധൈര്യമുണ്ട്, എനിക്ക് ചങ്കൂറ്റമുണ്ട്. കാരണം എനിക്ക് എൻ്റെ വൈഫിനെയും എൻ്റെ പിള്ളേരെ നോക്കിയാൽ മതി. എൻ്റെ ആരോഗ്യവും എൻ്റെ എല്ലാം 6 പാക്കും എൻ്റെ ഇതെല്ലാം ഉണ്ടായിരുന്ന സമയത്ത് എന്നെ പലരും ഉപയോഗിച്ചിട്ടുണ്ട്. ലേഡീസ് സർജൻസ് അല്ല പിന്നെ ഞാൻ ബൈസെക്ഷൻ അല്ല, ഇത് 3 വർഷം വരെ ഒന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കുട്ടിക്കാലത്ത് എനിക്ക് പിന്നെ ഒന്നും അറിയാത്ത കാലത്ത് എന്നെ ഒരുപാട് ആണുങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ബോധമില്ല. അതിന് ഞാൻ ആരോട് കംപ്ലൈൻറ്റ് ചെയ്യും? ചേട്ടൻ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച ഒരാളാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അതെ, പെണ്ണുങ്ങളിൽ നിന്നും ആണുങ്ങളിൽ നിന്നൊക്കെ അനുഭവിച്ചു. പക്ഷെ പറയുമ്പോൾ ഈ പറഞ്ഞ ചോദ്യം കറക്റ്റാണ്. ആരോട് പറയും? ഞാൻ ആരോടും. ആര് കേൾക്കും ഇത്? എന്നെ ആര് കേൾക്കും? അപ്പം എന്നെ ഇപ്പം അതിൻ്റെ താഴെ കുട്ടൻ എന്ന് പറയും. ആയിക്കോട്ടെ. ഇതാണ് ലോകം, അതാണ്. ഇപ്പം ഞാൻ ഇതൊക്കെ ഇത്രയും പറയുന്നത് കുറച്ച് ദിവസമായിട്ട് ചാനലിൽ എനിക്ക് അന്നം തരുന്ന ഇൻഡസ്ട്രി. കാരണം ഈ പറഞ്ഞവരൊക്കെ സിനിമാക്കാരാണ്. പെണ്ണായാലും ആണായാലും സിനിമയുടെ ചോറാണ് എല്ലാവരും കഴിക്കുന്നത്. ഇവർ ചങ്കിൽ നെഞ്ചത്ത് കൈവച്ച് പറയട്ടെ, ഇതിലെന്തെങ്കിലും ന്യായമുണ്ടോ? സിനിമ തുടങ്ങിയ കാലം തൊട്ട് നമ്മൾ സിനിമ എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയല്ല, ഇന്ത്യൻ സിനിമയല്ല, ലോക സിനിമ, ഈ പ്രവണതയൊക്കെ നടക്കുന്നതാണ്. ആരും കയറി പിടിക്കുന്നില്ല. എല്ലാ ഫീൽഡിലും, ഇപ്പം ടെക്സ്റ്റൈൽസ് ഫീൽഡ്, എല്ലാ ഫീൽഡിലും ഇങ്ങനെയുള്ള പരിപാടികളിലെ മേലുദ്യോഗസ്ഥർ ഇവിടെ, അല്ലെങ്കിൽ ചിലപ്പം എനിക്കറിയാവുന്ന എത്രയോ പല സ്ഥാപനങ്ങളിലുണ്ട്. അവരെല്ലാം പിന്നെ സിനിമാക്കാർക്ക് മാത്രം എത്ര കൊമ്പ്? ആരും എന്നെ ഇപ്പം ഞാൻ വിളിക്കുന്നു, മോളെ എൻ്റെ കൂടെ വരുന്നു. ഇല്ല ഏട്ടാ, എനിക്ക് വേറെ പണിയുണ്ട്. തീർന്നില്ലേ? ഞാൻ വരുമോ അവിടെ? ഒരിക്കലും ഇല്ല. ഇന്നലെ ഒരു കുട്ടിയുടെ ഇത് കേട്ടു. ആ കുട്ടി കുട്ടിയുടെ പുള്ളിക്കാരത്തി ഏതോ ഒരു ന്യൂസ് 18 എങ്ങാണ്ടാ കൊടുത്തത്. ഒരുപാട് സ്ക്രിപ്റ്റൊക്കെ എഴുതി കരഞ്ഞോണ്ടാ പറയണേ, പലരുടെയും പറയാൻ നടന്നു. പക്ഷേ ഞാൻ രക്ഷപ്പെടാത്തതിൻ്റെ കാര്യം, ഞാൻ ഇതും കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ ആവശ്യം വേറെയാ, അവരുടെ വേറെ ആവശ്യമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് വരെ സിനിമയിൽ ഒന്നും ആയിട്ടില്ല. അല്ല, അഭിനയിക്കാൻ നടന്നു. അന്നും എനിക്ക് രക്ഷപ്പെടാത്തതിൻ്റെ കാര്യം, ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് പലരും അപ്രോച്ച് ചെയ്യും. അതുകൊണ്ട് ഞാൻ പോയില്ല. അതുകൊണ്ടാണ് രക്ഷപ്പെടാത്തത്. പിന്നെ ഇപ്പോൾ ഈ കേസ് കൊടുക്കുന്നവരെ ഇങ്ങനെ ഇപ്പോൾ ഈ അലിഗേഷൻ ഉണ്ടാക്കി ഇതിന് മറ്റുള്ളവർക്കെതിരെ മൊഴി കൊടുത്തവർക്ക് ഇവിടെ എനിക്കൊരു ചോദ്യമുണ്ട്. ഇവർക്ക് നേരത്തെ അറിയില്ലായിരുന്നോ? അവരുടെ ഈ സിനിമാ ഫീൽഡിൽ നിന്ന് എല്ലാം നേടി ആനപ്പുറത്തിരുന്നിട്ട് ഇപ്പം അവിടെ കിടന്നിട്ട് ഒന്നും ഇപ്പം ആരും പേടിക്കണ്ട, എല്ലാം നേടി ചിന്തിച്ചില്ല. അതെ, മനസ്സിലായില്ലേ? ഇരുന്നിട്ട് ഇപ്പോൾ ഇതൊക്കെ ഈ സ്വന്തം പല്ലട കുത്തി മണക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടെന്ന് ആ കുട്ടി അതും ചോദിച്ചു. ഞാൻ പോയിട്ടില്ല, എൻ്റെ സിനിമാ ഭാവി മുരടിച്ചു പോയി. പക്ഷേ ഈ പറയുന്നതോട് ഞാൻ യോജിക്കുന്നില്ലെന്ന് പറഞ്ഞു. ആരെയും കുറ്റം പറയാനും ഇപ്പം 2 ചേരിയായിട്ട് തല്ലിത്തല്ല ആർക്കും അധികാരമില്ല.